നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ഒരു സിമ്പിൾ എക്സസൈസാണ്. ഇതിന് പറയുന്നത് ജാപ്പാനീസ് വാക്കിംഗ് എന്നാണ്. അതായത് ജപ്പാൻകാർ ഡെവലപ്പ് ചെയ്തെടുത്താണെന്നാണ് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 3 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് സ്ലോയിൽ നടക്കുന്നു, വളരെ പതുക്കെ നടക്കുന്നു. അടുത്ത 3 മിനിറ്റ് നേരം കുറച്ച് വേഗത്തിൽ നടക്കുന്നു, വീണ്ടും സ്ലോയിൽ നടക്കുന്നു, വീണ്ടും സ്പീഡ്. ഇങ്ങനെ ടോട്ടൽ ഒരു 20 മിനിറ്റ്സ്. അപ്പോൾ എത്ര സമയം ചെയ്യുന്നു അത്ര സമയം ചെയ്യുക. അപ്പോൾ 3 മിനിറ്റ് വീതം ഇങ്ങനെ ചെയ്യുക. അതൊരു പുതിയ ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് മസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫാറ്റ് കൂടുതൽ ബേൺ ചെയ്യും, അങ്ങനെ തടി കുറയും. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കാതെ ഒരു പണി നടക്കത്തില്ല. അത് പ്രത്യേകം ഓർത്തോളണം. ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചേ മതിയാവുകയുള്ളൂ. പ്രത്യേകിച്ച് മധുരം, ശർക്കര, പഞ്ചസാരയാണ് ഏറ്റവും അപകടകാരി. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട്, അല്ലെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊന്ന് രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാൻ കൂടി ഒന്ന് ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം, നേരിട്ട് പോവാം. ഓക്കെ, കമോൺ, എന്നോടൊപ്പം. ഞാനിവിടെ എന്നോടൊപ്പം തന്നെ ചെയ്യുക. അത്രയും സമയം നോക്കി തന്നെ ചെയ്യുക. ആദ്യത്തെ 3 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ചുമ്മാ ഇങ്ങനെ നടക്കുക. കണ്ടോ? 3 മിനിറ്റ് നേരം മടി കൂടാതെ തുടർച്ചയായിട്ട് തന്നെ നടക്കുക. ഇങ്ങനെ നടക്കുക. ഇതാണ് സ്ലോ വാക്കിംഗ്. ഞാൻ ആ 3 മിനിറ്റ് നേരം ടൈം വീഡിയോയിൽ കാണിച്ചേക്കാം. സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നടന്നാൽ മതി. വെറുതെ നടക്കുക മാത്രം, വേറെ ഒന്നും ആലോചിക്കണ്ട. ബോറടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ മാറി നടക്കുക. ഇങ്ങനെ നടക്കുക. എന്തായാലും 3 മിനിറ്റ് നടക്കണം, ആ സ്ലോയിൽ തന്നെ. ഓക്കെ. വീണ്ടും ഇങ്ങനെ മാറ്റി നടത്താം. ജാപ്പനീസ് വാക്കിംഗ് മെത്തേഡ് എന്നാണ് ഇപ്പോൾ. നട്ടെല്ല് നിവർത്തി നെഞ്ച് വിരിച്ച് നടക്കുക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ആ മ്യൂസിക് ഉള്ളതുകൊണ്ട് ആ മ്യൂസിക്കിനനുസരിച്ച് നടക്കുക. ആ താളത്തിൽ തന്നെ നടക്കുക. മാറ്റി നടക്കാം ഇങ്ങനെ. മൂന്ന് മിനിറ്റ് നേരം തുടർച്ചയായിട്ട് നടക്കണം. അത് ഈ ഒരു സ്പീഡിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി സ്പീഡ് കൂട്ടും. ഈ 3 മിനിറ്റ് കഴിയുമ്പോൾ സ്പീഡ് കൂട്ടും. നമ്മൾ സ്ഥിരം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സ്പീഡ് കൂടെ. ഇതാ
എന്നാ ഇത്ര സ്പീഡ് കൂട്ടിയാൽ മതി. നട്ടെല്ല് നിവർത്തി ശ്വാസം നന്നായിട്ട് എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് വയറൊന്ന് ചുരുക്കി പിടിച്ചാൽ നല്ലതായിരിക്കും, കൂടുതൽ എഫക്റ്റീവ് ആകും. ആ സ്പീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ. സ്പീഡ് കുറഞ്ഞു പോരുത്. സ്പീഡ് കുറയാതെ നോക്കണം. അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. ഓക്കെ, വീണ്ടും സ്ലോയിലാകുക. സ്ലോയിൽ നടക്കുക. ഉണ്ടോ? പുതുമ കൊണ്ടുവരണം നമ്മളെപ്പോഴും, അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കണം. ഒരു രസമല്ലേ? പ്രായമൊന്നും ഒരു വിഷയമല്ല. എത്ര വയസ്സായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യണം, നമ്മൾ പുതുമയോടുകൂടി ചെയ്യണം, അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്, അല്ലേ? പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ എളുപ്പമുള്ള കാര്യം ആർക്കും ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യണം എപ്പോഴും. നന്നായി ചെയ്യാം. ഇത് എൻ്റെ കൂടെ ചെയ്താലേ നിങ്ങൾ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്പീഡ് മറന്നു പോകും. അപ്പോൾ നമ്മൾ കുറഞ്ഞ സ്പീഡിലാണ് ചെയ്യുന്നത്. ജാപ്പനീസ് വാക്കിംഗ് മെത്തേഡ്.
ആ മ്യൂസിക് കേട്ടുകൊണ്ട് എന്നോടൊപ്പം നടക്കുക. ഓക്കെ, വീണ്ടും സ്പീഡ് കൂട്ടുക. അടുത്ത സ്പീഡ് കൂട്ടിയ 3 മിനിറ്റ്. ഓക്കെ, വീണ്ടും സ്ലോയിൽ നടക്കുക. അടുത്ത 3 മിനിറ്റ്. ഒരു ചലഞ്ചായിട്ട് എടുക്കുക. ഒരു മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയേ, എന്ത് വ്യത്യാസം ഉണ്ടാണെന്ന് അറിയണമല്ലോ. ഓക്കെ, ഞാനും ഇതിൽ പുതിയതാണ്, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്തിട്ട് റിസൾട്ടൊന്ന് അറിയിക്കാം കേട്ടോ. ഞാനും അറിയിക്കാം എത്ര വ്യത്യാസം ഉണ്ടാകുന്നറിയാം. ആ മ്യൂസിക് ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയത്തില്ല, എൻ്റെ ആ ഒരു വിരസത തോന്നില്ല. നല്ല രസമായിട്ട് തോന്നും ചെയ്തുകൊണ്ടിരിക്കുക.
ആ മ്യൂസിക്കും ശ്രദ്ധിക്കണം, അപ്പോൾ ആ ടൈമറും ശ്രദ്ധിക്കണം. ടൈമർ കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, വീണ്ടും സ്പീഡ് കൂട്ടുക. കണ്ട, സ്പീഡ് കൂടി. ഓക്കെ, വീണ്ടും സാവധാനം സ്ലോയിലാക്കുക. സ്ലോയിലായിട്ട് നടക്കുക. ഞാൻ
ഓക്കെ, വീണ്ടും സ്പീഡ് കൂട്ടുക, സ്പീഡ് കൂട്ടുക. വീണ്ടും സ്ലോ ആകുക.
സ്പീഡ് കൂട്ടുക. യെസ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്തെത്തി. ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം. സ്ലോലി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. മറ്റു വ്യായാമങ്ങളും അതിൻ്റെ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് അറിയിക്കണേ. 1 മാസം കഴിഞ്ഞ് അറിയിച്ചാൽ മതി. 1 മാസം ചെയ്ത് നോക്കണം. തുടർച്ചയായിട്ട് 1 മാസം ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനും ചെയ്യാം. 1 മാസം ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, എൻ്റെ വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും അല്ലേ. ബോഡി വെയിറ്റ് വീണ്ടും കുറയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.